നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിൻ്റെ വെല്ലുവിളി മറികടന്ന് രാജസ്ഥാൻ റോയൽസ് ഇതാ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുന്നു. അതോടുകൂടി PBKSൻ്റെ പ്രതീക്ഷകൾ അവസാനിച്ചു. KKR ഇപ്പോൾ കളിക്കുന്നുണ്ട്, അവർക്കും ഒരു പ്രതീക്ഷയില്ല. ആ മാച്ച് ഡെഡ് റബ്ബറായി. പൊളിച്ചടുക്കി ജോഫ്രെ ആർച്ചർ 30 റൺസിൻ്റെ വിജയം രാജസ്ഥാൻ റോയൽസ് നേടുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത് തീർച്ചയായിട്ടും ജോഫ്രെ ആർച്ചറാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അദ്ദേഹം ഒരുപോലെ തിളങ്ങുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ 4 ഓവറുകൾ അത് വല്ലാത്ത ഒന്നായിരുന്നു. 4 ഓവറിൽ 17 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തി. അവിടെയാണ് ശരിക്കും ഈ ഒരു കളി മുംബൈ ഇന്ത്യൻസിൽ നിന്ന് RR പിടിച്ചു വാങ്ങുന്നത്. ഒരു ഘട്ടത്തിൽ സൂര്യകുമാർ യാദവും വിൽ ജാക്സും ചേർന്ന് പൊളിച്ചടുക്കി RRന് വെല്ലുവിളി ഉയർത്തി. പിന്നെ വിൽ ജാക്സ് പോയതിനു ശേഷം പാണ്ഡ്യയുടെ വക അടിച്ച് പറത്തലായിരുന്നു. പാണ്ഡ്യ ഓരോ 4 അടിക്കുന്നു, ഓരോ കോലം കാണിക്കുന്നു, അല്ലേ, ഓരോ രൂപം. എന്താണ്, അയാൾ ഇത്തിരി ഓവറാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ആ ഓരോ 4 അടിച്ചിട്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കാണുമ്പോൾ. ഒടുവിൽ പാണ്ഡ്യയെ പറഞ്ഞു വിട്ടുകൊണ്ട് ജോഫ്രെ ആർച്ചർ തന്നെ അവരുടെ ആ ഒരു പോക്കിനെ തീരുമാനമാക്കി. ക്രൂഷ്യലായിട്ടുള്ള ഓവറായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു ഭാഗത്ത് മറ്റുള്ളവർ ബൗണ്ടറിയും സിക്സറും ഒക്കെ ഇങ്ങനെ നിർലോഭം വഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനായാസം ആ ഓവറിൽ 3-4 റൺസ്, എനിക്കത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ എറിഞ്ഞുകൊണ്ട് ആ വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് കളി അങ്ങ് തിരികെ പിടിച്ച ജോഫ്രെ ആർച്ചറാണ് ശരിക്കും ഹീറോ. ബാറ്റ് കൊണ്ടും ആർച്ചറുടെ മികവുണ്ടായിരുന്നു. അദ്ദേഹം 15 പന്തിൽ നിന്ന് ഒരു 4ഉം 3 സിക്സറും അടക്കം 32 റൺസാണ് അടിച്ചിരുന്നത്. പിന്നെ രോഹിത് ശർമ്മയുടെ കാര്യം പറയണം. ഡെക്കായിട്ട് മടങ്ങി. താറാക്കൂട്ടങ്ങളുടെ രാജാവായിട്ട് ഇപ്പോൾ IPL വിലസുകയാണ്. 19 ഡെക്കായി, ഏറ്റവും അധികം തവണ ഡെക്കായി, IPL ഡെക്കായിൻ്റെ റെക്കോർഡിൽ ഇപ്പോൾ ഗ്ലെൻ മാക്സ്വെലിനൊപ്പം എത്തിയിരിക്കുന്നു രോഹിത് ശർമ്മ 1ാം സ്ഥാനത്ത്. എന്തായാലും രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 205 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറിൽ 9 വിക്കറ്റിന് 175 റൺസിലേക്ക് എത്താനേ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞുള്ളൂ. 30 റൺസിൻ്റെ വിജയത്തോടുകൂടി 4ാം സ്ഥാനവുമായിട്ട് പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ്. അവരുടെ എതിരാളികൾ എലിമിനേറ്ററിൽ SRH ആണ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വൈഭവ് സൂര്യവംശിക്ക് ഇത്തവണ തിളങ്ങാൻ പറ്റിയില്ല. 4 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി. അതേസമയം യശസ്വി ജയ്സ്വാൾ 17 പന്തിൽ നിന്ന് ഒരു 4ഉം 3 സിക്സും അടക്കം 27 റൺസ് അടിച്ചപ്പോൾ ധ്രുവ് ജുറൽ 26 പന്തിൽ നിന്ന് 3 4ഉം 2 സിക്സും അടക്കം 38 റൺസ് അടിച്ചു. റിയാൻ പരാഗ് 8 പന്തിൽ 2 4ഉം 1 സിക്സും അടക്കം 14 റൺസ് അടിച്ചപ്പോൾ ഷനാക്ക 15 പന്തിൽ നിന്ന് 3 സിക്സറുകളുടെ സഹായത്തോടെ 29 റൺസ് അടിച്ച് അദ്ദേഹം റണ്ണൗട്ട് ആവുകയായിരുന്നു. ഫെറീറ 15 പന്തിൽ നിന്ന് 2 സിക്സറുകളുടെ സഹായത്തോടെ 18 റൺസ് അടിച്ചപ്പോൾ ജോഫ്രെ ആർച്ചർ 15 പന്തിൽ നിന്ന് ഒരു 4ഉം 3 സിക്സറും അടക്കം 32 റൺസ് അടിച്ചത് കളിയിൽ വഴിത്തിരിവായി. പിന്നെ ജഡേജ 11 പന്തിൽ നിന്ന് 3 4യുടെ സഹായത്തോടെ 19 റൺസുമായിട്ട് പുറത്താകുന്നപ്പോൾ ആന്ത്രേ ബർഗർ 3 പന്തിൽ നിന്ന് ഒരു സിക്സറിൻ്റെ സഹായത്തോടെ 10 റൺസ് അടിച്ചു. ടോട്ടൽ 15 സിക്സറുകളാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ അടിച്ചു കൂട്ടിയതെന്ന കാര്യം ഓർക്കണം. മറുപടി ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മ തുടക്കത്തിലെ മടങ്ങി, നമ്മൾ പറഞ്ഞല്ലോ. റിക്കിൾട്ടൺ 7 പന്തിൽ നിന്ന് 12 റൺസ്, നമാന്തിർ 5 പന്തിൽ നിന്ന് 6 റൺസ്. അങ്ങനെ ആദ്യത്തെ 3 വിക്കറ്റ് വീഴുമ്പോൾ റിക്കിൾട്ടനാണ് 3ാമത്തെ വിക്കറ്റായി പോകുന്നത്. അവരുടെ സ്കോർ ബോർഡിൽ 24 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നാലെ തിലക് വർമ്മ മടങ്ങി. അദ്ദേഹം 7 പന്തിൽ നിന്ന് 3 റൺസാണ് അടിച്ചത്. അങ്ങനെ 38 റൺസിന് 4 വിക്കറ്റ് വീണ് തകർന്നിടത്ത് നിന്നാണ് വിൽ ജാക്സും സൂര്യയും ചേർന്നുകൊണ്ട് വിജയപ്രതീക്ഷ മുംബൈ ഇന്ത്യൻസിന് നൽകുന്നത്. ജാക്സ് 18 പന്തിൽ നിന്ന് 3 4ഉം 2 സിക്സും അടക്കം 33 റൺസ് അടിച്ചു. ഒടുവിൽ പൂഞ്ചയുടെ പന്തിൽ ധ്രുവ് ജുറൽ പിടിച്ച് മടങ്ങി. ഹാർദിക് പാണ്ഡ്യ വന്നതും അടി തുടങ്ങിയതും ഒപ്പമായിരുന്നു. ഷനാക്ക ഷോർട്ട് ബോൾ എറിയുന്നു, ഗ്യാപ്പിലേക്ക് ബൗണ്ടറി അടിക്കുന്നു, സിക്സറുകൾ വരുന്നു. പിന്നാലെ 3 4ഉം 2 സിക്സും അടക്കം 15 പന്തിൽ നിന്ന് 34 റൺസാണ് അദ്ദേഹം അടിച്ചത്. ആർച്ചറാണ് അദ്ദേഹത്തെ മടക്കിയത്. ബർഗറാണ് ക്യാച്ച് എടുക്കുന്നത്. അതേസമയം സൂര്യകുമാർ യാദവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ സ്കോറിങ് സ്ലോ ആക്കി കളയാൻ ആർച്ചർക്കും പിന്നാലെ വന്നവർക്കും കഴിഞ്ഞു. ആ ഒരു ടൈം ഔട്ടിന് ശേഷമാണ് കാര്യങ്ങൾ വരുതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവരുന്നത്. സൂര്യകുമാർ യാദവ് ഒടുവിൽ ബർഗറുടെ ഒരു കിടിലൻ റിട്ടേൺ ക്യാച്ച്, അത് ബർഗറുടെ കൈ കുടുങ്ങിയപ്പോൾ സൂര്യ ഞെട്ടിയെന്ന് മാത്രമല്ല അവിടെ ഇരുന്നവരൊക്കെ, അതായത് കളി കാണാനിരുന്ന വങ്കടയിലെ ആളുകളൊക്കെ ഞെട്ടുന്ന കാഴ്ച. സൂര്യകുമാർ യാദവ് 42 പന്തിൽ നിന്ന് 3 4ഉം 4 സിക്സും അടക്കം 60 റൺസാണ് അടിച്ചത്. ഷാർദുൽ താക്കൂർ ഒരു ഭാഗത്ത് നിൽക്കവേ ദീപക് ചാഹർ ഒരു സിക്സറൊക്കെ അടിക്കുന്നു. 5 പന്തിൽ 8 റൺസ്. താക്കൂർ 11 പന്തിൽ നിന്ന് 10 റൺസുമായിട്ടും ഗസൻഫർ 2 റൺസുമായിട്ടും
പുറത്താകാതെ നിന്നു. അങ്ങനെ ഒടുവിൽ 175 റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. ജോഫ്രെ ആർച്ചർ 4 ഓവറിൽ 17 റൺസിന് 3 വിക്കറ്റെങ്കിൽ ബർഗർ 4 ഓവറിൽ 43 റൺസ് 2 വിക്കറ്റ് എടുത്തു. ബ്രിജേഷ് ശർമ്മയുടെ ബൗളിംഗും മികച്ചതായിരുന്നു. 4 ഓവറിൽ 26 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. യശാജ് പുഞ്ച 2 വിക്കറ്റ് എടുത്തു, പക്ഷേ 4 ഓവറിൽ 44 റൺസാണ് വിട്ടുകൊടുത്തത്. ഏതായാലും ഒടുവിൽ 30 റൺസിൻ്റെ വിജയത്തോടു കൂടി ഇതാ രാജസ്ഥാൻ റോയൽസ് IPL പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.